നമസ്കാരം, ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് തിരുവോണമാണ്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് നാം ഏവരും സ്വീകരിക്കുന്ന കടന്നു വരുന്ന ഒരു ദിവസം തന്നെയാണ്. ഇന്നേ ദിവസം ഈ തൊടുകുറി അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് സങ്കടങ്ങളാലും ബുദ്ധിമുട്ടുകളാലും മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെ കുറിച്ച് ഓർത്തും വിഷമകരമായ സാഹചര്യം എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചില ഉത്തരങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഈ വിശേഷപ്പെട്ടതായ ദിവസം നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം വാമനന്റെ ചിത്രമാണ് എങ്കിൽ രണ്ടാമത്തേതായ ചിത്രം മഹാബലിയുടെ ചിത്രമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വർദ്ധിക്കൂ. അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റായി രേഖപ്പെടുത്തി ഏവരും വർദ്ധിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രമായ വാമനനെ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെ ധൈര്യശാലിയായ ഒരു വ്യക്തിയാണ് എന്ന് പറയാം. നിങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ മുറിവുകൾ ഏറ്റിരിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ പലരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സാഹചര്യം. അവസാനം അവർ തന്നെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിച്ചവരിൽ നിന്നും വിഷമകരമായ സാഹചര്യങ്ങളോ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലരെയും സഹായിക്കുവാനായി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾക്ക് വിഷമങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം കടന്നു വരും. ഓരോ വ്യക്തികളെയും കൃത്യമായി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ കൈകളിലേക്ക് പല വഴികളിലൂടെയും ധനപരമായ കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലായ ഒരു സമയമായി തന്നെ പരാമർശിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് എങ്കിലും അത് കൃത്യതയോടെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ചുമലിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏതൊരു ഉത്തരവാദിത്തത്തെയും നിങ്ങൾക്ക് കൃത്യതയോടെ അത് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ മാറാം. സഹോദരങ്ങൾ അല്ലെങ്കിൽ പങ്കാളി വേണ്ടപ്പെട്ടവർക്കായി പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങളോ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ പരസ്പരം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായ അർഹിച്ച സ്നേഹം ലഭിക്കുന്നതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും ഒരു പിന്തുണയോ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും കൃത്യമായ ഒരു സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കഷ്ടപ്പെടേണ്ടതായി വരും എങ്കിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം ഒന്നും നേടാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ
അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ അനുഭവിച്ച് പോന്നിരുന്നതായ കഷ്ടപ്പാടുകൾക്ക് ഒരു മാറ്റം സംഭവിക്കാം. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് പല കാര്യങ്ങളും ഗുണകരമായി ഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധനപരമായോ അല്ലാതെയോ വലിയൊരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും അടഞ്ഞു കിടക്കുന്നതായ വഴികളുണ്ട്. അത് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം പുതിയ വരുമാന മാർഗങ്ങൾ സിദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂല കാര്യങ്ങൾ സംഭവിക്കാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമായി തീരാം. ഈ സമയം പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന സങ്കടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ഒരു മാറ്റം സംഭവിക്കാം. അന്ധമായി പലരെയും വിശ്വസിക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. വരും വരായികളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ സമയം അമിതമായ സ്ട്രെസ് പോലുള്ള കാര്യങ്ങളുണ്ട്, തലവേദനകളുണ്ട് എങ്കിൽ അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങളുടെ വിഷമതകൾക്കുള്ള ഒരു മരുന്ന് ഭഗവാനുമായി ബന്ധപ്പെട്ട് കടന്നു വരാം എന്നുള്ളതാണ്. പല കാര്യങ്ങളും കൃത്യതയോടെ അവസാനിപ്പിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം സന്തോഷം ലഭിക്കുകയും പല കാര്യങ്ങളിലും അത് നിലനിർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യാം. കൃത്യമായ പരിഹാരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ജീവിതത്തിലെ തടസ്സങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും ലളിതമായ പരിഹാര മാർഗങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറുവാൻ നിങ്ങൾക്ക് പല വിധത്തിലും ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പൂർണ്ണ മനസ്സോടെ തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ജീവിതത്തിൽ സിദ്ധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കാണാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കും. ആത്മാർത്ഥമായുള്ള പരിശ്രമങ്ങൾ അത് വിജയത്തിലേക്ക് എത്തുന്നതായ സാഹചര്യങ്ങളുമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള സാധ്യതകളും തുലവും കൂടുതലാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ വളരെ നല്ല മനസ്സിന്റെ ഉടമകളാണ് എന്ന് പറയാം. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും നടന്നു കിട്ടാത്ത ഒരു സാഹചര്യം. ഈ സമയം നിങ്ങൾക്ക് മനസമാധാനത്തോടെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് സാധ്യമാകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് അനുകൂലമാക്കി തീർക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ സിദ്ധിക്കുകയും ചെയ്യാവുന്ന സമയമാണ്. സമാധാനത്തോടെ ഇരിക്കേണ്ടതായ സമയമായി തന്നെ പരാമർശിക്കാം. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം പല ആഗ്രഹങ്ങളും മനസ്സിൽ നടക്കണം എന്ന് ചിന്തിച്ചാൽ അതിനുള്ള വഴികൾ തെളിഞ്ഞു ലഭിക്കാം എന്നുള്ളതാണ്. ഈ സമയം മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് മറികടക്കുവാൻ സാധിക്കും. ടെൻഷനുകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം സിദ്ധിക്കാവുന്ന ഒരു സമയമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആത്മാർത്ഥത പല കാര്യങ്ങളിലും പുലർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുവാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ആത്മാർത്ഥത പല കാര്യങ്ങളിലും കാണിച്ച് പലരും തെറ്റിദ്ധരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തുവാനും നിങ്ങളുടെ ചിന്തകൾ വളരെയധികം ശുദ്ധീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുഭവിച്ചു പോരുന്നു എന്നത് വാസ്തവമാണ്. അവിടെ നിന്നും ഒരു മാറ്റം സാധ്യമാകാവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അത് വാഹനമാകാം, വീട്, അല്ലെങ്കിൽ മറ്റൊരു ആഗ്രഹ സാഫല്യം നിങ്ങളിലേക്ക് തേടി വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നും ഒരു മോചനം സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലരും നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അകന്നു പോയിട്ടുള്ള ചില കാര്യങ്ങൾ ലഭിക്കുകയോ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന മറ്റു ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ്. മനസ്സിന് വല്ലാത്ത ഒരു ശാന്തി, വ്യക്തത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഉത്കണ്ഠയും പേടിയും നിങ്ങൾക്കുണ്ട്. അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകാം എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ പിറകിലേക്ക് വലിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളത് വാസ്തവമാണ്. ഈ സമയം വിജയങ്ങളും സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എങ്കിലും നിങ്ങൾ അത് ഒരിക്കലും പറയുവാൻ പാടില്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുകൂല കാര്യങ്ങൾ അത് മറ്റുള്ളവരോട് പറയേണ്ടതായിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് നേട്ടങ്ങൾ അത് ആവശ്യമുള്ളവരുമായി ബന്ധപ്പെട്ട് മാത്രം പറയുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടിയായി മാറാം. ഈ സമയം മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങളിൽ കൃത്യത, വ്യക്തത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. വലിയൊരു പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം വ്യക്തതയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധനപരമായ പ്രയാസങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം സംഭവിക്കാം എന്നത് വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അതിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. കാരണം ശ്രമങ്ങൾ ആത്മാർത്ഥമായിരിക്കണം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു തന്നെ മുന്നോട്ട് പോകണം. നല്ല മാറ്റങ്ങൾ കടന്നു വരുമ്പോൾ അത് തീർച്ചയായും സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ പോസിറ്റീവായ ഊർജം സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങൂ.